بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين، صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد، قال الحافظ النووي رحمه الله: الحديث الثلاثون، الأربعين النووية إلى مقدمة حديث. عن أبي ثعلبة الخشني جرثوم بن ناشر رضي الله عنه عن رسول الله صلى الله عليه وسلم قال: ജുർഥൂം ഇബ്നു നാഷിർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അബൂ സഅലബത്തുൽ ഖുശനി എന്നാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി: ഇന്നല്ലാഹ ഫറള ഫറായിദ ഫലാ തുളയ്യിഊഹാ വഹദ്ദ ഹുദൂദൻ ഫലാ തഅതദൂഹാ വഹറമ അശ്യാഅ ഫലാ തൻതഹികൂഹാ വസകത അൻ അശ്യാഅ റഹ്മതൻ ലക്കും ഗൈറ നിസ്യാൻ ഫലാ തബ്ഹസു അൻഹാ. ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിന്റെ ആശയം എന്താണ്? ഇതിന്റെ വാക്കുകളുടെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഈ സഹാബി പറയുന്നു, ഇന്നല്ലാഹ ഫറള ഫറായിദ്, അല്ലാഹു തആല ചില കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്, ഫർളാക്കിയിട്ടുണ്ട്. ഫലാ തുളയ്യിഊഹാ, അത് നിങ്ങൾ പാഴാക്കരുത്. വഹദ്ദ ഹുദൂദൻ, അല്ലാഹു തആല ചില ഹുദൂദുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ഹുദൂദ് എന്ന് പറഞ്ഞാൽ? ഹുദൂദ് എന്ന വാക്കിന് രണ്ടർത്ഥം ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ അതിരുകൾ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, വിലക്കിയ കാര്യങ്ങൾ, ഇതിനെ രണ്ടിനെയും ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധികൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ എന്ന അർത്ഥത്തിൽ ഹുദൂദ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ അർത്ഥം, അള്ളാഹു വിലക്കിയ ചില കാര്യങ്ങൾക്ക്, ചില തെറ്റുകൾക്ക് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള, അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷകൾ, സാധാരണ മോഷണത്തിനും വ്യഭിചാരത്തിനും ഒക്കെയുള്ള ശിക്ഷ, അതിന് ഹദ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ഒരു ചോദ്യം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണാം. അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, ഒരാളുടെ ശിക്ഷയുടെ കാര്യത്തിൽ നീ ശുപാർശ പറയാൻ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചത്. അങ്ങനെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ ശുപാർശ പറയാൻ വന്നപ്പോൾ ചോദിച്ചതാണ്. ആ ശിക്ഷയ്ക്ക് ഹദ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സാധാരണ നമ്മൾ സംസാരത്തിൽ ഹദ് എന്ന് ഉപയോഗിക്കാറുണ്ട്. വധശിക്ഷ, അതിനൊക്കെ ഹദ് എന്ന് പറയും. ഇസ്ലാം നിശ്ചയിച്ച കുറ്റങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷകൾ. ഈ രണ്ടർത്ഥമുണ്ട് ഹദ് എന്നതിന്. ഇതിലേതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്? ആദ്യം പറഞ്ഞ അർത്ഥം, അഥവാ അള്ളാഹുവിന്റെ എല്ലാ വിധിവിലക്കുകളും എന്നുള്ള അർത്ഥമാണോ, അതല്ല കുറ്റങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ശിക്ഷകൾ എന്ന അർത്ഥമാണോ കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്? പ്രത്യേകിച്ച് ഈ ഹദീസിൽ രണ്ടാമത്തെ അർത്ഥമാണ്. എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ ഹദീസിൽ ഒരു ആവർത്തനം വരും. ഇന്നല്ലാഹ ഫറള ഫറായിദ്, അള്ളാഹു ചില കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും വഹദ്ദ ഹുദൂദ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥവും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ എന്നാണെങ്കിൽ വീണ്ടും ഒരേ കാര്യം ആവർത്തിച്ചു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷകൾ എന്ന അർത്ഥമാണ്. വഹറമ അശ്യാ, ചില കാര്യങ്ങൾ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഫലാ തൻതഹികൂഹാ, അത് നിങ്ങൾ ചെയ്യരുത്. വസകത അൻ അശ്യാ, ചില കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു തആല മൗനം പാലിച്ചിട്ടുണ്ട്. റഹ്മതൻ ലക്കും, നിങ്ങളോടുള്ള റഹ്മത്ത് കാരണം. ഗൈറ നിസ്യാൻ, അത് അള്ളാഹു മറന്നുപോയതല്ല. ചില കാര്യങ്ങൾ അത് ഫർളാണോ ഹറാമാണോ എന്നൊന്നും പറയാതെ അള്ളാഹു മിണ്ടാതിരുന്നിട്ടുണ്ട്. അത് നിങ്ങളോടുള്ള റഹ്മത്താണ്, അള്ളാഹു മറന്നതല്ല. ഫലാ തബ്ഹസു അൻഹാ, അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കാൻ നിൽക്കരുത്, ചോദിക്കാൻ നിൽക്കരുത്. ഈ ഹദീസിന്റെ ആശയങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഉദ്ധരിച്ചത് ഇമാം ദാറഖുത്നിയാണ്. ഈ ഹദീസിന്റെ റാവിയായ സഹാബി നമ്മൾ പറഞ്ഞു, അബൂ സഅലബ അൽ ഖുശനി. അദ്ദേഹത്തിന്റെ പേര് ജുർഥൂം ഇബ്നു നാഷിർ എന്നാണ്. ഇദ്ദേഹം അറിയപ്പെട്ട ഒരു സഹാബിയാണ്. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടുള്ള സഹാബിയാണ്. എന്താണ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സഹാബത്ത്. 1400 അല്ലെങ്കിൽ 1500 സഹാബത്തുണ്ടായിരുന്നു. ഏറ്റവും അഫ്ളലായ സഹാബത്താരാണ്? അൽ ഖുലഫാഉർ റാഷിദൂൻ, പിന്നീട് അൽ അശറത്തുൽ മുബശ്ശറൂൻ, അത് കഴിഞ്ഞ് അഹ്ലു ബദർ, അത് കഴിഞ്ഞിട്ട് ഫضലുള്ള ആളുകളാണ് അഹ്ലു ബൈഅത്തുർ റിദ്വാൻ. എന്താണ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറയ്ക്ക് വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെട്ടു. 1400 അല്ലെങ്കിൽ 1500 സഹാബത്ത് കൂടെ ഉണ്ടായിരുന്നു. അവരെ മക്കയിലെത്തുന്നതിന് മുമ്പ് മുശ്രിക്കുകൾ തടഞ്ഞു. അങ്ങനെ ഹിജ്റ 6-ാം വർഷമാണ് ഈ സംഭവം നടക്കുന്നത്.
അവിടെ വെച്ച് തടഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരോട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം മക്കയിൽ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ തടഞ്ഞു വെച്ചു. മക്കയിൽ ചർച്ചയ്ക്ക് വന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവര് ബന്ദിയാക്കി. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവര് കൊന്നുകളഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെ അടുത്ത് ഒരു വാർത്ത വന്നത്. അതാണ് ഇവർക്ക് കിട്ടിയ വിവരം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടായിരുന്ന ഈ 1500ഓളം സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി അവർ പ്രതിജ്ഞ ചെയ്തു മക്കക്കാരുമായി മരണം വരെ യുദ്ധം ചെയ്യും എന്ന്. ആ ബൈഅത്തിൽ പങ്കെടുത്ത ആളുകൾ, മരിക്കാൻ തയ്യാറായിക്കൊണ്ട് ബൈഅത്ത് ചെയ്ത സഹാബത്ത്, അവരാണ് അഹ്ലു ബൈഅത്ത് റിദ്വാൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബൈഅത്ത് റിദ്വാൻ എന്ന് ആ കരാറിന് പേര് വന്നത്? ഖുർആനിൽ അല്ലാഹു തആല ഈ കഥ പറഞ്ഞപ്പോൾ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ മരത്തിന് ചുവട്ടിൽ വെച്ച് താങ്കൾക്ക് ബൈഅത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, റളിയല്ലാഹു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ബൈഅത്ത് റിദ്വാൻ എന്ന പേരിന് വന്നത്. അപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ള സഹാബത്തിന് മറ്റുള്ള സഹാബത്തിനേക്കാൾ സ്ഥാനമുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ട ചരിത്രം സംഭവം ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഇസാബ ഫീ ദിക്രി സഹാബ എന്ന കിതാബിൽ സഹാബത്തിന്റെ ജീവചരിത്രങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൾ സ്വപ്നം കണ്ടു ഉപ്പ മരണപ്പെട്ടതായി. അങ്ങനെ അവര് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉപ്പയെ അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം സുജൂദിൽ ഉള്ള അവസ്ഥയിൽ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു എന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ അൽ ഇസാബയിൽ ഉദ്ധരിച്ചത് കാണാം. അതുപോലെ ഈ ഹദീസ് ഉദ്ധരിച്ച ഹദീസ് ഗ്രന്ഥം ഏതാണ്? ഇമാം ദാറഖുത്നി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇമാം ദാറഖുത്നി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഉമർ ഇബ്നു അലി എന്നാണ്. ദാറഖുത്നി എന്ന പേര് വരാൻ കാരണം സ്ഥലത്തിന്റെ പേരാണ്. ദാറുൽ ഖുത്ൻ എന്നത് ഇറാഖിലെ ബഗ്ദാദിലെ ഒരു പ്രദേശത്തിന്റെ പേരാണ്. അദ്ദേഹം വലിയ അറിയപ്പെട്ട മുഹദ്ദിസും ഇമാമുമായിരുന്നു ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, താങ്കളെപ്പോലെയുള്ള ഒരാളെ കണ്ടിട്ടുണ്ടോ, അഥവാ ഇത്രയും ഇൽമുള്ള വേറെ ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉസ്താദ്മാരുടെ കൂട്ടത്തിൽ, അദ്ദേഹത്തിന്റെ ശൈഖ്മാരുടെ കൂട്ടത്തിൽ. ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹ് പറഞ്ഞു, വലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ സ്വയം പുകഴ്ത്തരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ നജ്മിലെ ആയത്ത് ഓതി. അപ്പോൾ വീണ്ടും ഈ ചോദിച്ചാൽ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു അഹദൻ ജമഅ മിസ്ല മാ ജമഅത്, ഞാൻ ശേഖരിച്ച അത്രയും ഹദീസുകൾ ഹിഫ്ളാക്കിയ ഒരാളെ വേറെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അത്രയും ഇൽമുള്ള ആളായിരുന്നു അദ്ദേഹം. അമീറുൽ മുഅ്മിനീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഹദീസിന്റെ കാര്യത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന ഏതാനും മുഹദ്ദിസീങ്ങളുടെ അതിൽപ്പെട്ട ഒരാളാണ് ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു കിതാബുണ്ട്. ആ കിതാബിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന്റെ ഇൽമ് എത്ര മാത്രം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, എന്നെ പോലെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാകും. ഇലലു ദാറഖുത്നി എന്നറിയപ്പെടുന്ന കിതാബ്, അൽ ഇലലുൽ വാരിദ ഫിൽ ഹദീസി അന്നബവിയ്യ എന്ന കിതാബ്. ആ കിതാബ്, അതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ പറയുന്നത്, ബുർഖാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുന്നത്, അംല അലയ്യ അൽ ഇലല മിൻ ഹിഫ്ളിഹി, ഈ കിതാബ് അദ്ദേഹം ഹിഫ്ളിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം ഹിഫ്ലാക്കിയ ഹദീസുകൾ പറഞ്ഞ് എഴുതിയെടുത്തതാണ് ഇലൽ ദാറഖുത്നി എന്ന് പറയുന്നത്. ഇപ്പോൾ 9 വോള്യം അല്ലെങ്കിൽ 10 വോള്യം ആയി ആ കിതാബ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഈ കിതാബ്, അതും അതിൽ കൊടുത്തിരിക്കുന്ന ഹദീസുകൾ, അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ സാധാരണ ഹദീസുകളല്ല, ദഈഫായ ഹദീസുകളാണ്. ദഈഫായ വളരെ സൂക്ഷ്മമായ ന്യൂനതകളുള്ള ഹദീസുകൾ, അത് ഇത്രയും വോള്യം കണക്കിനുള്ളത് അദ്ദേഹത്തിന്റെ ഹിഫ്ളിൽ നിന്ന് എടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ദാറഖുത്നി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. ഇനി ഹദീസിലെ വാക്കിന്റെ അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ഹദീസിനെ കുറിച്ച് ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇത്രയും വിശാലമായ അർത്ഥമുള്ള വേറൊരു ഹദീസില്ല എന്നാണ്. കാരണം ദീൻ മുഴുവൻ ഈ ഹദീസ് ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നബവി റഹിമഹുല്ലാഹ് അങ്ങനെയുള്ള ഹദീസുകളാണ് ഉദ്ധരിക്കുക, അർബഅ നബവി. അപ്പോൾ ഇസ്ലാം മുഴുവൻ ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ദീനിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ദുനിയാവിലുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അതിന് രണ്ടായി വേർതിരിക്കാൻ പറ്റും. ഒന്നുകിൽ ദീൻ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ, ദീൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദീൻ മിണ്ടാതെ ഒഴിവാക്കിയിട്ടുള്ള ഇടപെട്ടിട്ടില്ലാത്ത വിഷയങ്ങൾ. അങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും. മാ സക്കത അൻഹു ശറഅ വമാ തകല്ലമ ഫീഹി ശറഅ. ശറഅ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ശറഅ് ഒരു വിധി പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ, ശറഅിന്
ഒരു വിധിയില്ലാത്ത അല്ലെങ്കിൽ അതിൽ ശറഅ് ഇടപെടാത്ത ഭൗതികമായ കാര്യങ്ങൾ. ഇങ്ങനെ രണ്ടായി വേർതിരിക്കാൻ പറ്റും. അതിൽ ഇനി ശറഅ് ഇടപെട്ടിട്ടുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വിഷയങ്ങൾ, ഇസ്ലാം ഒരു വിധി പഠിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ, അതിന് നമുക്ക് രണ്ടായി വേർതിരിക്കാൻ പറ്റും. ഒന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, വിലക്കിയ കാര്യങ്ങൾ. അപ്പൊ അതാണ് ഫറള ഫറായിദ് ഹറമ അഷ്യ. ആ കൽപ്പിച്ച കാര്യങ്ങൾ ഫർളും മുസ്തഹബും ഉണ്ടാകും, വിലക്കിയ കാര്യങ്ങൾ ഹറാമും മക്രൂഹും ഉണ്ടാകും. ഈ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചു. ദീൻ ഇടപെട്ടിട്ടില്ലാത്ത മാസക്കത്ത അൻഹു എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ, അതിലെന്താണ് ചെയ്യേണ്ടത്? ലാ തബ്ഹസു അൻഹ, അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ നിൽക്കേണ്ടതില്ല. ദീൻ പഠിപ്പിച്ച കാര്യങ്ങൾ, അത് കൽപ്പിച്ചതാണെങ്കിൽ ഫറള ഫറായിദ ഫലാ തുദയ്യിഉഹ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, ഫർളുകൾ, അത് പാഴാക്കരുത്. ഹറമ അഷ്യ, വിലക്കിയ കാര്യങ്ങൾ ഫലാ തൻതഹികുഹ, അത് ചെയ്യരുത്. അപ്പോ ദുനിയാവിലുള്ള എല്ലാ വിഷയങ്ങളും ഈ ഹദീസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇനി ഈ 4 കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അള്ളാഹു തആല കൽപ്പിച്ചത്, വിലക്കിയത്, അള്ളാഹു തആല നിശ്ചയിച്ച ഹദ്ദുകൾ, ഈ 4 കാര്യങ്ങളിലും എന്ത് നിലപാടാണ് ഒരു മുഅ്മിൻ സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, ഇന്നല്ലാഹ ഫറള ഫറായിദ, അള്ളാഹു തആല ചില കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ എന്താണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്? ഫലാ തുദയ്യിഉഹ, അത് നിങ്ങൾ പാഴാക്കരുത്, ഉപേക്ഷിക്കരുത്. അപ്പൊ ഫർളായ കാര്യങ്ങൾ പൂർണ്ണമായും നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മൾ അശ്രദ്ധരാവാറുള്ള ഒരു കാര്യമാണിത്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അള്ളാഹു ഫർളാക്കുന്നത്. അപ്പൊ സുന്നത്തായ കാര്യങ്ങളെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ഫർളുകളാണ്. അപ്പൊ തഹജ്ജുദ് നമസ്കാരത്തെക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ഫജ്ർ നമസ്കാരമാണ്. രാത്രി മുഴുവൻ തഹജ്ജുദ് നമസ്കരിക്കുന്നു. ഒരാൾ 2 റക്അത്ത് ഫാത്തിഹ മാത്രം ഓതി ഫജ്ർ നമസ്കരിക്കുന്നു. ഇതിലേതാണ് അഫ്ളൽ? ഈ ഫജ്ർ നമസ്കാരമാണ്. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല. തഹജ്ജുദ് നമസ്കരിക്കുന്ന ആൾക്കാർ എന്തായാലും ഫജ്ർ നമസ്കരിക്കും. പക്ഷേ എന്നിരുന്നാലും ഈ ഫജ്ർ നമസ്കാരത്തിനാണ് ഈ രാത്രി മുഴുവനുള്ള തഹജ്ജുദ് നമസ്കാരത്തെക്കാളും ഫദ്ലുള്ളത്. അപ്പോൾ ഫർളുകൾ പൂർത്തിയായി പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറയുന്നതായി പഠിപ്പിച്ചു, വമാ തഖറബ ഇലയ്യ അബ്ദി, ഒരു അടിമ എന്നോട് അടുത്തിട്ടില്ല. അല്ലാഹു പറയുകയാണ്, എന്നോട് അടുക്കാൻ വേണ്ടി ഒരു അടിമ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങളിൽ ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറതുഹു അലൈഹി, ഫർളാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടമുള്ള മറ്റൊന്നുമില്ല. അല്ലാഹുവിലേക്ക് അടുക്കാൻ മനുഷ്യർ പലതും ചെയ്യും. അതിൽ ഫർളായ കാര്യങ്ങളെക്കാൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നവർ ഒന്നുമില്ല. അപ്പൊ ഫർളുകൾ പൂർത്തിയാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മൻ ശഗലഹു അൽ ഫർളു അനിൻ നഫ്ൽ ഫഹുവ മഅ്ദൂർ. ഫർള് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ സുന്നത്തായ കാര്യങ്ങൾ ഒരാൾ വിട്ടുപോയാൽ അവനൊരു ഉദ്റുണ്ട്. വമൻ ശഗലഹു നഫ്ലു അനിൽ ഫർള് ഫഹുവ മഗ്റൂർ. നേരെ തിരിച്ചാണെങ്കിലോ അവൻ വിഡ്ഢിയാണ്, അവൻ വഞ്ചിതനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സുന്നത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഫർളിൽ വീഴ്ച വരുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇപ്പൊ ഈ തഹജ്ജുദിന്റെ കാര്യം തന്നെ, ഒരാൾ രാത്രി മുഴുവൻ തഹജ്ജുദ് നമസ്കരിച്ചു. അവനറിയാം അങ്ങനെ കുറെ സമയം ഉണർന്നിരുന്നാൽ ഫജ്ർ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഫജ്ർ നമസ്കാരത്തിൽ അവന് ശ്രദ്ധ ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യരുത്. ആ ഫർള് പൂർത്തിയാക്കാൻ ആദ്യം ശ്രമിക്കേണ്ടത്. എന്നാൽ സുന്നത്തുകളിൽ വീഴ്ച വരുത്താം, ഉപേക്ഷിക്കാം എന്നൊന്നുമല്ല. പക്ഷെ ഫർളിന് 1-ാം സ്ഥാനം കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ അശ്രദ്ധരാകുന്ന ഒരു മേഖലയാണ് മുആമലത്തുകൾ, ആളുകളുമായിട്ടുള്ള ഇടപാടുകൾ. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ കൈയയച്ച് സഹായങ്ങൾ ചെയ്യുന്നുണ്ടാകും. അവരുടെ കൂടെ കൂടിയാൽ നമ്മളായിരിക്കും ചെലവ് ചെയ്യുന്നത്. അവരുടെ കൂടെ കൂടിയാൽ നമ്മുടെ സ്വഭാവം വളരെ മനോഹരമായിരിക്കും. പക്ഷേ നമുക്ക് ഫർളായി ബിർറ് കാണിക്കേണ്ട, നല്ല പെരുമാറ്റം കാണിക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, മക്കൾ. അവരുടെ മുന്നിൽ സ്വഭാവം മോശമായിരിക്കും. ഇത് ശരിയല്ല. ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, ആ സുഹൃത്തുക്കളോടുള്ള സൗഹൃദം നമുക്ക് വാജിബല്ല. ഒരു സുഹൃത്തിനെ നമ്മൾ ഒഴിവാക്കിയാൽ അതിന് യാതൊരു കുറ്റവുമില്ല. പക്ഷേ ഈ മാതാപിതാക്കളും രക്തബന്ധങ്ങളും അത് നമുക്ക് വാജിബാണ്. അപ്പോൾ വാജിബായ കാര്യങ്ങളിൽ, ഫർളായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിക്കൊണ്ട് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് ശരിയല്ല. അപ്പോൾ ഫർളുകളുടെ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്. അതാണ് 1-ാമത്തെ കാര്യം, ഫർളായ കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഫർളുകൾ ചെയ്യുന്നതാണോ ഹറാമുകൾ ഉപേക്ഷിക്കുന്നതാണോ കൂടുതൽ പ്രധാനം? ഫർളുകൾ ചെയ്യുന്നതാണ് കൂടുതൽ പ്രധാനം. അല്ലെ, ആദം നബി അലൈഹി സ്വലാമിന്റെ കഥയിൽ ആദം നബിക്കും ഇബ്ലീസിനും 2 പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കൽപ്പനകൾ കൊടുത്തു. ഇബ്ലീസിന് ഒരു ഫർള് കൊടുത്തു, സുജൂദ് ചെയ്യൽ ഫർളായിരുന്നു. ആദം നബിക്ക് ഒരു ഹറാമ് കൊടുത്തു, പഴം തിന്നൽ ഹറാമാക്കി.
ആദം നബി ഹറാമ് ചെയ്തു, ഇബ്ലീസ് ഫർദ് ഒഴിവാക്കി. എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ആരാണ് മോശമായത്? അപ്പോൾ ഫർദായ കാര്യങ്ങൾ വിളിച്ചു വരുത്തുക എന്നുള്ളത് അത് ഹറാമുകൾ ചെയ്യുന്നതിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ഫർദിന്റെ കാര്യം അത് പൂർണ്ണമായും നിറവേറ്റുക എന്നുള്ളതാണ്. ഫലാ തുദയ്യിഉഹ എന്നാണ് പറഞ്ഞത്. അത് പാഴാക്കരുത്. അത് പാഴാക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഉലമാക്കൾ പറയുന്നത്, ഒന്ന് അത് പൂർണ്ണമായും ഒഴിവാക്കുക. നമസ്കരിക്കാൻ പറഞ്ഞു, നമസ്കരിക്കൂല. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, സക്കാത്ത് കൊടുക്കൂല. അതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തേത് അത് ചെയ്യും, പക്ഷെ പൂർത്തിയാക്കുകയില്ല. നമസ്കരിക്കാൻ പറഞ്ഞു, സമയം തെറ്റി നമസ്കരിക്കും, അവസാനത്തെ വക്കിൽ നമസ്കരിക്കും ബോധപൂർവം. അതുപോലെ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, അത് അവകാശികൾക്ക് കൊടുക്കുകയില്ല, പൂർണ്ണമായ അളവിൽ കൊടുക്കുകയില്ല. അത് കൊടുത്തിട്ട് എടുത്തു പറഞ്ഞ് വാങ്ങിയവനെ ബുദ്ധിമുട്ടിക്കും. ഇങ്ങനെ ആ പ്രവൃത്തി അതിന്റെ ഷർത്തുകളും അതിന്റെ വാജിബുകളും അതിന്റെ അദബുകളും പാലിക്കാതെ ചെയ്യും. അപ്പോൾ ഈ രണ്ട് രൂപത്തിലും ഫർളുകൾ അതിൽ കുറവ് വരുത്തരുത്. ഫലാ തുദയ്യിഉഹ, ഒരു നിലക്കും അത് പാഴാക്കരുത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു ചില ഹദ്ദുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. വഹദ്ദ ഹുദൂദൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഹദ്ദുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഫലാ തഅതദൂഹ, അത് മറികടക്കരുത്. അള്ളാഹു ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ശിക്ഷയാണ് നടപ്പിലാക്കേണ്ടത്. ഈ കൽപ്പന ഭരണാധികാരികൾക്കുള്ളതാണ്, സാധാരണക്കാർക്കുള്ളതല്ല. അപ്പൊ അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് അവൻ വിധിച്ച ശിക്ഷ വിധികൾ അനുസരിച്ചായിരിക്കണം വിധിക്കുന്നത്. അങ്ങനെ വിധിച്ചാലോ ചില ഹദീസുകളിൽ വന്നത് കാണാം, ഹദ്ദുൻ യുഖാമു ഫിൽ അർദ്, ഭൂമിയിൽ അള്ളാഹുവിന്റെ ശിക്ഷാ നിയമം നടപ്പിലാക്കപ്പെടുക എന്നുള്ളത്, ഒരു തവണ നടപ്പിലാക്കുക എന്നുള്ളത്, അത് ഖൈറും മിൻ മതറിൻ 40 സബാഹ, 40 ദിവസം തുടർച്ചയായി മഴ പെയ്യുന്നതിനേക്കാൾ നല്ലതാണ്. അള്ളാഹു താല ആ നാടിന് ബർക്കത്ത് നൽകും എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, വഹറമ അഷ്യ, അള്ളാഹു താല ഹറാമാക്കിയ കാര്യങ്ങൾ, ഫലാ തൻതഹികൂഹ, അത് നിങ്ങൾ ചെയ്യരുത്. അപ്പൊ അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ കാര്യങ്ങളോട് അടുത്തു പോകരുത്. ഒരു ഹദീസിൽ കാണാം, ഇത്തഖിൽ മഹാരിം, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നീ സൂക്ഷിക്കുക, തകുൻ അഅബദൻ നാസ്, ഏറ്റവും വലിയ ആബിദാകാം. അപ്പോൾ ഒരാൾക്ക് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഹറാമുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. ഹറാമുകൾ ഉപേക്ഷിക്കാതെ ഒരാൾ ധാരാളം പുണ്യങ്ങൾ ചെയ്താൽ അവൻ ആ ചെയ്യുന്ന പുണ്യങ്ങൾ തന്നെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അപ്പൊ ഹറാമുകൾ ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. മാത്രമല്ല, ഹറാമുകൾ പൂർണ്ണമായും ഒഴിവാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന എല്ലാ അമലും അവന് ലാഭമാണ്. നാളെ ആഖിറത്തിൽ വരുമ്പോൾ അവന്റെ സയ്യിആത്തുകളുടെ കിഫ, അതിന്റെ ആ തുലാസിൽ ഒന്നുമില്ല. പിന്നെ അവന്റെ ഹസനാത്തുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവന് ഉപകാരപ്പെടും. നേർമറിച്ച് പുണ്യങ്ങളും പാപങ്ങളും ചെയ്തവനാണെങ്കിലോ അവൻ എങ്ങോട്ടാണ് പോവുക എന്ന് ഉറപ്പില്ല. അപ്പോൾ ഹറാമുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം. ഇബ്നു ശുബൂർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അൽ അജബ്, അത്ഭുതകരമായ കാര്യമാണ്, മിമ്മൻ യഹ്തമി മിനൽ ഹലാൽ മഖാഫത ദാ, രോഗം പേടിച്ചുകൊണ്ട് ഹലാലുകൾ ഉപേക്ഷിക്കുന്ന ആളുകൾ. ഭക്ഷണം, അല്ല അമിതമായി ഭക്ഷണം കഴിച്ചാൽ ഇന്ന രോഗം വരും, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിച്ചാൽ ഇന്ന രോഗം വരും എന്ന് മനസ്സിലാക്കിയാൽ ആ ഭക്ഷണം ഒഴിവാക്കാൻ ആളുകൾ തയ്യാറാണ്. പക്ഷേ വല യഹ്തമി മിനൽ ഹറാമി മഖാഫത്തൻ നാർ, നരകം പേടിച്ചുകൊണ്ട് ഹറാമുകൾ ഒഴിവാക്കുന്നില്ല. അല്ല, ഒരാൾക്കിപ്പോ ഷുഗർ ബാധിച്ചു, അവൻ പിന്നെ മധുരമുള്ള വസ്തുക്കൾ സൂക്ഷിക്കും, ആ രോഗത്തിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്നത് കൊണ്ട്. പക്ഷെ അള്ളാഹു തആല ഉറപ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്ന ഹറാം ചെയ്താൽ അത് നരകത്തിലേക്കുള്ള വഴിയാണ്. പക്ഷെ ഈ ഹറാം ചെയ്യാൻ ആളുകൾ പേടിക്കുന്നില്ല. ഇത് വളരെ അത്ഭുതമുള്ള കാര്യമാണ്. അടുത്തതായി മൂന്നാമതായി ഈ ഹദീസ് നാലാമതായി പഠിപ്പിച്ച കാര്യം എന്താണ്, അല്ലെങ്കിൽ നാലാമതായി പരാമർശിച്ച കാര്യം എന്താണ്? വസക്കത അൻ അശ്യ, അള്ളാഹു ചില കാര്യങ്ങളെക്കുറിച്ച് മൗനം പാലിച്ചിരിക്കുന്നു. സുക്കൂത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്, മൗനം എന്നുള്ളത്. അള്ളാഹു തആല ചില കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരുന്നിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ മിണ്ടാതിരുന്നത്? ചില കാര്യങ്ങൾ അത് ഹറാമാണോ ഹലാലാണോ ഫർളാണോ എന്ന് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കാതെ അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ ഹദീസ് പഠിപ്പിക്കുന്നു. റഹ്മത്തൻ ലക്കും, നിങ്ങളോടുള്ള റഹ്മത്ത് കൊണ്ടാണ്. എന്താണ് റഹ്മത്ത്? അത് ഹലാലാണെന്ന് മനസ്സിലാക്കിയാൽ മതി, അതിൽ കുറ്റമില്ല. കാരണം കുറ്റമുണ്ടെങ്കിൽ അള്ളാഹു തആല പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഹലാലാണ്. അങ്ങനെ നമ്മോട് റഹ്മത്ത് കൊണ്ടാണ് അള്ളാഹു തആല മിണ്ടാതെ ആ വിഷയം ഉപേക്ഷിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നെ അന്വേഷിക്കേണ്ടതില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇയ്യാകും വത്തനത്തു, അതിര് കവിയുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. ഇയ്യാകും വത്തഅമീഖ്, ആവശ്യത്തിൽ കവിഞ്ഞ് ഉള്ള ആഴത്തിലുള്ള ഗവേഷണം അത് നിങ്ങൾ സൂക്ഷിക്കുക. അല്ലെ, ഈ മസ്അല അത് ഖുർആനിലും ഹദീസിലും വിലക്കിയിട്ടില്ല. ഏതെങ്കിലും ഒരു വിഷയം അതിനെക്കുറിച്ച് പഠിച്ച്
എങ്ങനെയെങ്കിലും അത് ഹറാമാക്കാൻ പറ്റുമോ എന്ന് ചുഴിഞ്ഞന്വേഷിക്കുക, അത് പാടില്ല. അത് വിലക്കപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ വിലക്ക് കൂടുതൽ ശക്തമായിരുന്നു. സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഗൗരവമായി വിലക്കിയിരുന്നു. ഒരു ഹദീസിൽ കാണാം, ഇന്ന അഅ്ളമൽ മുസ്ലിമീന ജുർമൻ, ഏറ്റവും വലിയ പാപിയായ അക്രമിയായ മുസ്ലിം എന്ന് പറയുന്നത് മൻ സഅല അൻ ശൈഇൻ ലം യുഹറം, ഹറാമല്ലാത്തൊരു കാര്യം അതുവരെ അള്ളാഹു ഹറാമാക്കിയിട്ടില്ല, വഹി ഇറങ്ങിയിട്ടില്ല, അങ്ങനെയുള്ളൊരു കാര്യത്തെ പറ്റി അവൻ ചോദിച്ചു. ഫഹുരിമ മിൻ അജ്ലി മസ്അലതിഹി, അവൻ ചോദിച്ചതിന്റെ പേരിൽ അത് ഹറാമായി. അങ്ങനെ ചോദ്യം ചോദിച്ചവനാണ് ഏറ്റവും വലിയ അക്രമി എന്ന് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോടു കൂടി ഈ അവസ്ഥയില്ല. പക്ഷെ എന്നാലും അനാവശ്യമായ ചോദ്യങ്ങൾ എന്നുള്ളത് വിലക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഈ 4 കോളത്തിൽ നമുക്ക് ദീനിൽ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റും. അള്ളാഹു തആല പരാമർശിക്കാത്ത കാര്യങ്ങൾ, അതുപോലെ കൽപ്പിച്ചത്, വിലക്കിയത്, ശിക്ഷകൾ, ദീൻ മുഴുവൻ ഇതിൽ ഉൾക്കൊള്ളും. അതുകൊണ്ടാണ് ഏറ്റവും ജാമി ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഹദീസ് എന്ന് ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത്. അടുത്ത ഹദീസ് 31ാമത്തെ ഹദീസ്, അൻ സഹൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു തആല അൻഹു. സഹൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെ കുറിച്ച് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അൽ ഇസാബയിൽ പറഞ്ഞത് കാണാം. അദ്ദേഹത്തിന്റെ പേര് ഹസൻ എന്നായിരുന്നു. ഹസൻ എന്ന് പറഞ്ഞാൽ പ്രയാസം എന്നാണ് അർത്ഥം. അതിന്റെ നേരെ വിപരീതമാണ് സഹൽ എന്നുള്ളത്, എളുപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പേര് മാറ്റിയതാണ്. ഹസൻ എന്നുള്ള പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി സഹൽ എന്നാക്കിയതാണ്. അദ്ദേഹം പറയുന്നു, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ദുല്ലനി അല അമൽ, എനിക്കൊരു അമൽ പറഞ്ഞു തരണം. ഇദാ അമിൽതുഹു, അത് ഞാൻ ചെയ്താൽ, അഹബ്ബനില്ലാഹു അഹബ്ബനിന്നാസ്, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം. അപ്പൊ അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും ഇഷ്ടം നേടിത്തരുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബകല്ലാഹ്, നീ ദുനിയാവിൽ സുഹദ് കാണിക്കുക, വിരക്തി കാണിക്കുക, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബകന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളോട് നീ സുഹദ് കാണിക്കണം, വിരക്തി കാണിക്കണം, ആരിൽ നിന്നും ഒന്നും ആവശ്യപ്പെടരുത്. അങ്ങനെ ആയാൽ യുഹിബ്ബകന്നാസ്, ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. അപ്പൊ ഈ ഹദീസിൽ ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വലിയൊരു ചോദ്യമാണ്. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക, മനുഷ്യരെല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുക, അത് വലിയ ഒരു സ്ഥാനമാണ്. അത് നമുക്ക് ആഗ്രഹിക്കാം. ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം എന്നൊരാൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിന് സ്വീകരിക്കുന്ന മാർഗം ശരിയായ മാർഗമായിരിക്കണം. അതിന് തെറ്റായ മാർഗം സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു ഹദീസിൽ കാണാം, മൻ അർദന്നാസ ബിസഖത്തില്ലാഹ്, ആരാണോ അള്ളാഹുവിനെ കോപിപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കോപം നേടിക്കൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അള്ളാഹു അവനോട് കോപിക്കും. സഖിതഹുല്ലാഹു വഅസ്ഖത അലൈഹിന്നാസ്, അള്ളാഹും അവനോട് കോപിക്കും, ജനങ്ങളുടെ മനസ്സിലും അവനോട് അള്ളാഹു വെറുപ്പുണ്ടാക്കും. വമൻ അർദല്ലാഹ ബിസഖത്തിന്നാസ്, ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് അവർ വെറുത്താലും തരക്കേടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ, റളിയല്ലാഹു അൻഹു വറള അൻഹുന്നാസ്, അള്ളാഹു അവനെ ഇഷ്ടപ്പെടും, തൃപ്തിപ്പെടും, ജനങ്ങളുടെ മനസ്സിലും അള്ളാഹു അവനെ കുറിച്ചുള്ള തൃപ്തി ഉണ്ടാക്കും. അപ്പൊ അതിനുള്ള മാർഗം എന്താണ് എന്നതാണ് വിഷയം. ആളുകൾ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആളുകളുടെ ഇഷ്ടം നമുക്ക് വേണ്ട, ആളുകൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ആരാണോ എന്നെ ഇഷ്ടപ്പെടുന്നത് വെറുക്കുന്നത് എന്നത് എനിക്കൊരു വിഷയമല്ല, ഇങ്ങനെ കരുതുന്ന ആൾക്കാർ കുറവാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളുമുണ്ട്. മാത്രമല്ല, ആളുകളെ വെറുപ്പിക്കുന്നതിൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുമുണ്ട്. അതൊന്നും ശരിയല്ല. ജനങ്ങളുടെ സ്നേഹം നമുക്ക് ആഗ്രഹിക്കാം, പ്രത്യേകിച്ച് സ്വാലിഹ്യങ്ങളായ ആളുകളുടെ അവരുടെ സ്നേഹം ആഗ്രഹിക്കാം. പക്ഷെ അതിനുള്ള മാർഗം എന്താണ്? അതാണ് പ്രധാനം. അത് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള മാർഗം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? സുഹദ്, ഇസ്ഹദ് ഫി ദുനിയ, ദുനിയാവിൽ വിരക്തി കാണിക്കുക. എന്താണ് സുഹദ് എന്ന് പറഞ്ഞാൽ? സുഹദ് എന്ന് പറഞ്ഞാൽ തർക്കു മാ ലാ യൻഫഉ ഫിൽ ആഖിറ, ആഖിറത്തിൽ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. അതാണ് സുഹദ് എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ആഖിറത്തിൽ ഗുണമുണ്ടോ? ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. ഇതാണ് സുഹദ്. ഈ സുഹദുമായി ബന്ധമുള്ള അതിനോട് അടുത്തൊരു വാക്കാണ് വറ എന്ന് പറയുന്നത്. എന്താണ് വറഉം സുഹദും തമ്മിൽ വ്യത്യാസം? വറ എന്ന് പറഞ്ഞാൽ തർക്കു മാ യുഖ്ശാ ദററുഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഒരു കാര്യം ഹറാമാണോ എന്നൊരു സംശയം, അപ്പൊ അത് ഒഴിവാക്കിയാൽ അത് വറ ആണ്. ആഖിറത്തിൽ ഇതുകൊണ്ട് അപകടമുണ്ടാകും, ഇത് ഹറാമാണെങ്കിൽ എന്ന് വിചാരിച്ച് ഒഴിവാക്കുക, അത് വറ ആണ്.
എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഇതുകൊണ്ട് ആഖിറത്തിൽ ഒരു അപകടവും ഉണ്ടാകാൻ പോകുന്നില്ല. ഹലാലാണെന്ന കാര്യം 100% ഉറപ്പാണ്. ഒരു വിദേശ രാജ്യത്തേക്ക് ഒരു ടൂർ പോവുക, അതുകൊണ്ട് ആഖിറത്തിൽ യാതൊരു നഷ്ടവുമില്ല, ഹലാലായ കാര്യമാണ് എന്ന് നമുക്ക് 100% ഉറപ്പാണ്. പക്ഷേ ആ സമയവും പണവും അത് വേറൊരു അതിനേക്കാൾ നല്ല കാര്യത്തിന് ചെലവഴിച്ചാലോ? ആഖിറത്തിൽ ഉപകാരമില്ലാത്ത കാര്യമാണിത് എന്ന് കരുതി ഒരാൾ അത് ഒഴിവാക്കിയാലോ? അതാണ് സുഹദ് എന്ന് പറയുന്നത്, ഭൗതിക വിരക്തി എന്ന് പറയുന്നത്. ഇനി ആഖിറത്തിൽ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അതാണപ്പോ സുഹദ്. എന്താണ് ഈ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്? ഒന്നാമത് ഉപേക്ഷിക്കേണ്ടത് അൽ മുഹറമാത്ത്, ഹറാമായ കാര്യങ്ങൾ. ആഖിറത്തിൽ ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റവും വലുത് ഹറാമുകളാണ്. അതുകൊണ്ട് ഉപകാരമില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഉപകാരമില്ല എന്ന് മാത്രമല്ല, ഉപദ്രവമുണ്ട്. അപ്പൊ ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. എന്തൊക്കെ ഹറാമുകളുണ്ടോ, അള്ളാഹു വിലക്കിയ കാര്യങ്ങളുണ്ടോ, അതെല്ലാം പൂർണ്ണമായും ഉപേക്ഷിക്കുക. രണ്ടാമത്തേത് മക്രൂഹായ കാര്യങ്ങൾ, കറാഹത്തായ കാര്യങ്ങൾ. അത് ഹറാമല്ല, പക്ഷെ മക്രൂഹാണ്. മക്രൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ കുറ്റമില്ല, പക്ഷെ അത് ഉപേക്ഷിച്ചാൽ നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അതും ആഖിറത്തിൽ ഉപകാരമില്ലാത്തതാണ്, ഒഴിവാക്കുക. മൂന്നാമത്തേത് ഫുദൂലുൽ മുബാഹാത്ത്, ഹലാലായ കാര്യങ്ങളിൽ ഫുദൂൽ എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ആവശ്യമില്ല, നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഹലാലുകൾ, അതാണ് ഫുദൂലുൽ മുബാഹാത്ത്. ഈ 3 കാര്യങ്ങളാണ് ആഖിറത്തിൽ ഉപകരിക്കാത്തത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സാഹിദ് എന്ന് പറയാൻ, ഒരാൾ ഭൗതിക വിരക്തിയുള്ളവനാണ്, സാഹിദാണെന്ന് പറയാൻ 3 കാര്യങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത്. ഒന്ന് ഹറാം, കറാഹത്ത്, ഫുദൂലുൽ മുബാഹാത്ത്. ഇനി അങ്ങനെ ഉപേക്ഷിച്ചാൽ, ഒരാൾ സുഹദ് കാണിച്ചാൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുമെന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്? പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അള്ളാഹു സാഹിദായ ഒരാളെ ഇഷ്ടപ്പെടും? കാരണം നമുക്കറിയാം, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അള്ളാഹുവിനെ അനുസരിക്കുന്നവനെയാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനെയാണ്. അള്ളാഹു അവനെ ധിക്കരിക്കുന്നവനെ വെറുക്കുന്നു, ഇതറിയപ്പെട്ട കാര്യമാണ്. അള്ളാഹു തആല അവനെ അനുസരിക്കുന്ന ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളെ സ്നേഹിക്കുകയും അവനെ ധിക്കരിക്കുന്ന ആളുകളെ, മാസിയത്തുകൾ ചെയ്യുന്ന ആളുകളെ വെറുക്കുകയും ചെയ്യുന്നവനാണ്. ഇത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അറിയപ്പെട്ട കാര്യമാണ്. ഈ അവസ്ഥ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇബാദത്തുകൾ ചെയ്യുക, ഹറാമുകൾ ഉപേക്ഷിക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ സഹായമാണ് സുഹദ് എന്ന് പറയുന്നത്. ദുനിയാവിനോട് സ്നേഹമുള്ള ഒരാൾ, അയാൾക്ക് ഇബാദത്തുകൾ ഭാരമായിരിക്കും. അതുപോലെ ദുനിയാവിനോട് അടങ്ങാത്ത സ്നേഹമുള്ള ഒരാൾ, അയാൾക്ക് ഹറാമുകൾ വളരെ എളുപ്പമായിരിക്കും, നിസ്സാരമായിരിക്കും. അപ്പൊ ഹറാമുകൾ ചെയ്യുകയും ഇബാദത്തുകൾ കുറഞ്ഞു പോവുകയും ചെയ്താൽ അള്ളാഹുവിന്റെ സ്നേഹം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് ദുനിയാവിനോട് ഹുബ്ബുണ്ടായാൽ ഇബാദത്തുകൾ കുറഞ്ഞു പോകുന്നത്? നമുക്കറിയാം, ഇബാദത്ത് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? അഖ്സ ഗായത്തുൽ ഹുബ്ബി വൽ ഖുദൂ', അങ്ങേയറ്റത്തെ സ്നേഹവും താഴ്മയുമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒന്നിലധികം വസ്തുക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അതിലൊന്നിൻ്റെത് കുറയും, അല്ല, രണ്ട് കാര്യങ്ങളോട് ഒരാൾക്ക് ഹുബ്ബുണ്ടെങ്കിൽ അതിലൊന്നിന്റെ ചെലവിലാണ് മറ്റേത് വളരുക. അപ്പോൾ ദുനിയാവിനോട് ഹുബ്ബുള്ള ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അതിനനുസരിച്ച് കുറയും, അപ്പൊ അവന്റെ ഇബാദത്ത് അതിനനുസരിച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു തആല സാഹിദായ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത്. അത് സാഹിദ് ആയതുകൊണ്ടല്ല, അവൻ സാഹിദ് ആയതുകൊണ്ട് അവന്റെ ഇബാദത്ത് കൂടുതലായിരിക്കും. അവന്റെ സ്നേഹം മുഴുവനും അള്ളാഹുവിന്റെ ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്, അപ്പൊ അവന്റെ ഇബാദത്തുകൾ കൂടുതലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകളിൽ ദുനിയാവിനെ കുറിച്ച് വിരക്തി ഉണ്ടാക്കുന്ന തരത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ആയത്തുകൾ ഓതിയാൽ ദുനിയാവിനോട് നമുക്ക് വിരക്തി ഉണ്ടാകും. ഖുർആനിൽ നിരവധി സ്ഥലത്ത് ആവർത്തിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹു, ദുനിയാവ് എന്ന് പറയുന്നത് ഒരു കളിയും തമാശയും മാത്രമാണ്, ഇതിൽ കാര്യമില്ല, ഇതൊരു തമാശ മാത്രമാണ്. അതുപോലെ തന്നെ വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹ്വുൻ വലഅബ്, ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഒരു കളിയും തമാശയുമാണ്. അതുപോലെ നിരവധി ആയത്തുകൾ, വദ്രിബ് ലഹും മസലൻ ഹയാത്തുദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് ഇറക്കിയ മഴവെള്ളം പോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്താണ് ഈ മഴവെള്ളത്തിന്റെ പ്രത്യേകത? ഫഖ്തലത ബിഹി നബാതുൽ അർദ്, അങ്ങനെ മഴ പെയ്തപ്പോൾ ചെടികളൊക്കെ മുളച്ചു പൊന്തി. ഫഅസ്ബഹ ഹശീമൻ തദ്റുഹു റിയാഹ്, കുറച്ച് സമയം കഴിഞ്ഞാൽ കാറ്റിൽ പറന്നു പോകുന്ന നുരുമ്പിയ വൈക്കോലായി മാറും ഈ മുളച്ച പച്ചപ്പെല്ലാം. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. എന്നിട്ട് ഈ ഉപമയും അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന വിഷയവും തമ്മിലുള്ള ബന്ധം പറയുകയാണ്.
ഈ പച്ചപ്പ് പോലെയാണ് അൽമാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും. സീനത്തുൽ ഹയാത്തി ദുനിയ, അത് ഭൗതിക ജീവിതത്തിന് അലങ്കാരമാണ്, നല്ല ഭംഗിയുള്ള കാര്യമാണ്. മക്കളുണ്ടാവുക, അവർ നല്ലവരാവുക, അതുപോലെ സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഭംഗിയുള്ളതാണ്. പക്ഷേ വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ അതാണ് കൂടുതൽ നല്ലത്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഇത് നിലനിൽക്കുന്നതല്ല. ഈ മക്കൾ എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിരിഞ്ഞു പോകാനുള്ളതാണ്, നമ്മളവരെ വിട്ട് മരിച്ചു പോകേണ്ടവരാണ്. അതുപോലെ ഈ സമ്പത്ത് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ അനന്തരാവകാശികൾ കൊണ്ടുപോകാനുള്ളതാണ്, അല്ലെങ്കിൽ അത് വിട്ട് നമുക്ക് ദുനിയാവിൽ നിന്ന് പോകേണ്ടതാണ്. അപ്പൊ നിലനിൽക്കുന്നതാണോ ഈ താൽക്കാലികമായതാണോ, ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അത് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഖുർആൻ നിരവധി ആയത്തുകൾ നിങ്ങൾക്കറിയാമായിരിക്കും. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് കാണാം ദുനിയാവിനെ ഈ വെള്ളത്തോട് ഉപമിക്കുന്നതായി നിരവധി ആയത്തുകൾ കാണാം. വെള്ളം, അതുപോലെ ഈ വെള്ളത്തിൽ മുളച്ചു വന്നുന്ന ചെടികളുമായിട്ട് ദുനിയാവിനെ ഉപമിക്കുന്നത്. ഈ ചെടികളുടെ പ്രത്യേകത എന്താണ്? അത് വളരെയധികം ഭംഗിയുള്ളതാണ്, അല്ലെ? പച്ചപ്പ് എന്ന് പറയുന്നതാണ് ദുനിയാവിൽ ഏറ്റവും വലിയ ഭംഗിയായി മനുഷ്യൻ കാണുന്നത്. എത്ര വലിയ ഭൗതിക പുരോഗതി, ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ പുരോഗമിച്ചാലും ഈ സാങ്കേതിക വിദ്യ കൊണ്ട് ഉണ്ടാക്കുന്ന പൈസയൊക്കെ കൊണ്ടുപോയി ചെലവഴിക്കുന്ന എവിടെയാണ്? ഒരു പച്ചപ്പുള്ള നാട്ടിൽ കുറച്ചുകാലം ജീവിക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ദുനിയാവിന്റെ ഏറ്റവും വലിയ ഭംഗിയാണ് ഈ പച്ചപ്പ് എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞുണങ്ങിപ്പോകും. അപ്പൊ ദുനിയാവ് അങ്ങനെയാണ്, അങ്ങേയറ്റത്തെ ആകർഷണീയത ഉണ്ട്, പക്ഷെ താൽക്കാലികമാണ്. അതാണ് ദുനിയാവിന്റെ പ്രശ്നം. ഇത് ഖുർആനിൽ എത്രത്തോളം അല്ലാഹു തആല ആവർത്തിച്ചിട്ടുണ്ട്, ഖുർആനിലും സുന്നത്തിലും ആവർത്തിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുഖ്തസർ മിൻഹാജുൽ ഖാസിദീൻ എന്ന കിതാബിലൊക്കെ പറയുന്നത് കാണാം, ഒരു യഥാർത്ഥ ആലിമിനെയും വ്യാജ ആലിമിനെയും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള മാർഗമാണ് അയാൾക്ക് സുഹുദുണ്ടോ എന്ന് നോക്കുക. അത് പറയാനുള്ള കാരണം എന്താണ്? കാരണം ഖുർആൻ ശരിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ദുനിയാവിന്റെ നിസ്സാരത്തെക്കുറിച്ച്. അപ്പൊ അവൻ ഖുർആൻ അറിയുന്ന ആലിമാണെങ്കിൽ അവൻ ദുനിയാവിനോട് വിരക്തി ഉണ്ടാകും, ഉറപ്പാണ്. അല്ലെങ്കിൽ അവൻ ഖുർആൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഖുർആനിലെ ഈ ആയത്തുകൾ കഴിഞ്ഞാൽ പിന്നെ സുഹുദിനെ നമ്മെ ഏറ്റവും അധികം പ്രേരിപ്പിക്കുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഏറ്റവും വലിയ ജാഹിദാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥ എന്തായിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചുള്ള ഹദീസിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പായയിൽ കിടക്കുകയാണ്, ഒരു വെറും പായ, അതിന് മുകളിൽ ഒരു ബെഡില്ല. അങ്ങനെ ആ പായയിൽ കിടന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വസ്ത്രവുമില്ല, ഒരു മുണ്ട് മാത്രമേ ഉടുത്തിട്ടുള്ളൂ, തോളിൽ വേറെ വസ്ത്രമില്ല. അങ്ങനെ ഈ പായയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം അത് അമർന്ന് ഈ പായയുടെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ വീണിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല വെച്ചിട്ടുള്ള തലയണ എന്താണ്? ഒരു തോല്, അതിനുള്ളിൽ ഈത്തപ്പനയുടെ നാര് നിറച്ചിട്ടുള്ള ഒരു പരുക്കനായിട്ടുള്ള തലയണ. ഈ അവസ്ഥയിലാണ് കാണുന്നത്. ഇത് കണ്ടു ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുബ്കീക യാ ഉമർ, എന്താണ് താങ്കൾക്ക് അറിയാനുള്ള കാരണം? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദക്കർതു കിസ്റ വ ഖൈസർ, കിസ്റയെയും കൈസറിനെയും ഞാൻ ഓർത്തുപോയി. കിസ്റയും കൈസറും ആരാ? റോമക്കാരുടെയും പേർഷ്യക്കാരുടെയും രാജാക്കന്മാരാണ്. റോമക്കാരുടെ രാജാവ് കൈസറും പേർഷ്യക്കാരുടെ രാജാവ് കിസ്റയും അവരുടെ സ്ഥാനപ്പേരാണ്. സീസർ എന്ന് പറയുന്നതിന്റെ അറബിയാണ് കൈസർ. അപ്പൊ അവരുടെ അവസ്ഥ ഞാൻ ആലോചിച്ചു നോക്കി. അദുവയില്ല, അള്ളാഹുവിന്റെ ശത്രുക്കളാണ് ഇവർ രണ്ടുപേരും. ഫിൽ ഖസ്സി വൽ ഖസ്സി വൽ ഹരീരി വദ്ദീബാജ്, ഈ 4 പേരുകളും പട്ടിന്റെ വ്യത്യസ്ത ഇനം പേരാണ്. ഖസ്സ്, ഖസ്സ്, ദീബാജ്, ഹരീർ എന്നൊക്കെ പറയുന്നത് പട്ടിന്റെ പേരുകളാണ്, പലതരം ക്വാളിറ്റിയുള്ള പട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അവരുടെ വിരിപ്പും പുതപ്പും തലയണയൊക്കെ ഇങ്ങനെയുള്ളതാണ്. അള്ളാഹുവിന്റെ ശത്രുക്കളായ ഇവരുടെ ജീവിതം ഇങ്ങനെയാണ്. അൻത റസൂലുള്ളാഹി വഖീറത്തുഹു മിൻ ഖൽഖിഹി, താങ്കൾ അള്ളാഹുവിന്റെ റസൂലും സൃഷ്ടികൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവനുമാണ്. അലാ ഹാദ, താങ്കളുടെ അവസ്ഥ ഇതുമാണ്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫി ശക്കിൻ അൻത ഇബ്നുൽ ഖത്താബ്, നിങ്ങൾക്ക് സംശയമുണ്ടോ? അതായത് ഈ വ്യത്യാസം കണ്ടിട്ട് ദീനിൽ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ശരിക്കും റസൂലായിരുന്നെങ്കിൽ ദുനിയാവ് ഉണ്ടാകുമായിരുന്നു, അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളായിരുന്നെങ്കിൽ അള്ളാഹു കൊടുക്കുമായിരുന്നു എന്നെങ്ങാനും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ഉത്തരവും പറഞ്ഞു കൊടുത്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഇപ്പോഴും ഇത് പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ സംശയം തോന്നിയിട്ടില്ല, പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കണ്ടാൽ ഇങ്ങനെ ഒരു സംശയം തോന്നാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. ഇന്നിങ്ങനെ ഈ സംശയം തോന്നുന്ന ആൾക്കാരുണ്ട്, ആ സംശയം തുറന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് സംശയവും കഴിഞ്ഞ് ഒരു വിശ്വാസമായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ പിന്നോക്കാവസ്ഥയിൽ? ഇസ്ലാമാണ് ശരിയായ ദീനെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് പുരോഗതി ഉണ്ടാവേണ്ടതല്ലേ എന്ന്. അങ്ങനെയുള്ളൊരു ചോദ്യം വരുമ്പോൾ അതിന്
ഇന്ന് സാധാരണ കൊടുക്കാറുള്ള മറുപടി എന്താണ്? അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണെന്ന് നോക്കാം. ശരിയായ മറുപടി അതായിരിക്കുമല്ലോ ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ തർള അൻ തകൂന ലഹുമുദ് ദുനിയ വലനൽ ആഖിറ, അവർ ദുനിയാവ് എടുത്തുകൊള്ളട്ടെ, നമുക്ക് ആഖിറത്തുണ്ട്, ഇത് പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല, മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഫഹുവ കദാലിക്, അതാണ് യാഥാർത്ഥ്യം. അവർക്ക് ദുനിയാവ്, നമുക്ക് ആഖിറത്ത്. ഉലൈക ഉജ്ജിലത് ലഹും തയ്യിബാതുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, അവർക്ക് അല്ലാഹു തആല കൊടുക്കാനുള്ളതൊക്കെ ദുനിയാവിൽ തന്നെ കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ആഖിറത്തിൽ ഒന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഇതാണ് നമ്മുടെ മറുപടി. ചില ആൾക്കാർ എന്താണ് പറയാ, അല്ല മുസ്ലിമീങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടിൽ കുറെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ശാസ്ത്രജ്ഞ മുസ്ലിമായിരുന്നു, ഇന്ന രാജ്യം വളരെ പുരോഗതിയുള്ള രാജ്യമായിരുന്നു, ഇന്നും ഗൾഫിൽ അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറുപടി പറയും. അതിന്റെ ആവശ്യമില്ല. ആ മറുപടി ശരിയുമല്ല, ദീനിയായും ശരിയല്ല, യുക്തിപരമായും ശരിയല്ല. യുക്തിപരമായി ഒരാൾ ചിന്തിക്കുകയാണ്, അയാൾ പറയാണ് ശരി, അപ്പൊ ഇന്ന നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടായിരുന്നു, ഇക്കാലത്ത് ഇന്ന രാജ്യങ്ങളിലൊക്കെ പുരോഗതിയുണ്ട്, അപ്പൊ ഇത് മൊത്തം കൂട്ടി നോക്കിയിട്ട് അതിന്റെ ഒരു റിസൾട്ട് നോക്കിയാലോ, എല്ലാ നൂറ്റാണ്ടുകളിലും മുസ്ലിമീങ്ങൾ മൊത്തം അനുഭവിച്ചിട്ടുള്ള സുഖങ്ങളും പുരോഗതികളും, മൊത്തം ചരിത്രത്തിൽ മുസ്ലിം അല്ലാത്തവർ അനുഭവിച്ചിട്ടുള്ള സുഖ സൗകര്യങ്ങളും എല്ലാം കൂടി എടുത്ത് കൂട്ടിക്കിച്ച് നോക്കിയിട്ട് കൂടുതലുള്ളവർ ശരിയിലാണെന്നാണ് അർത്ഥം? ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ പറയാമായിരുന്നു, ദാവൂദ് അലൈഹി ഇസ്ലാം അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്, സുലൈമാൻ അലൈഹി ഇസ്ലാമിന് 100 ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ അവിടുന്ന് അതാണോ പറഞ്ഞത്? അല്ല, അമാ തർള അൻ തകൂന ലഹുമുദ് ദുനിയ വലനാ അൽ ആഖിറ, നമുക്ക് ആഖിറത്തും അവർക്ക് ദുനിയാവും. ഈ ഉത്തരത്തിന് എന്തെങ്കിലും പിന്നെ തർക്കുത്തരം പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥ ഇതാണ്. എന്തുകൊണ്ട് അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട അമ്പിയാക്കൾക്ക് ഈ അവസ്ഥയും അതുപോലെ അവന്റെ ശത്രുക്കൾക്ക് ഇത്ര വലിയ സുഖസൗകര്യങ്ങളും കൊടുത്തു? എല്ലാ നബിമാർക്കും അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതകാലം മുഴുവനും ഇങ്ങനെയായിരുന്നു എന്നല്ല, സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലൗ കാനത്തി ദുനിയ, ദുനിയാവ് എന്ന് പറയുന്നത് തുസാവി ഇൻദല്ലാഹി ജനാഹ ബഊദ, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയും, കൊതുകിന്റെ അത്രയില്ല, കൊതുകിന്റെ ചിറക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത്രയും വില അള്ളാഹു ദുനിയാവിന് കൊടുത്തിരുന്നെങ്കിൽ മാ സഖാ മിൻഹ കാഫിറൻ ശർബത മാ, ഒരു കാഫിറിന് അള്ളാഹു ഒരു ഇറക്ക് വെള്ളം കൊടുക്കുമായിരുന്നില്ല. കാരണം അള്ളാഹു ഇഷ്ടപ്പെടാത്തവനാണ്, അവൻ അള്ളാഹു കൊടുക്കുമായിരുന്നില്ല. അപ്പൊ ദുനിയാവ് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. അള്ളാഹുവിന് ദുനിയാവ് എന്ന് പറയുന്നത് ആഖിറത്തിനെ അപേക്ഷിച്ച് അള്ളാഹു സ്ഥാനം കൊടുക്കാത്തതാണ്. അതുകൊണ്ടാണ് അവൻ ഇഷ്ടമില്ലാത്തവർക്ക് അവൻ ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ചോദ്യം സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ തോന്നാം, ഈ ദുനിയാവിനോടുള്ള അമിതമായ ഹുബ്ബ് പാടില്ല, ദുനിയാവിൽ സുഹുദ് വിരക്തിയാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നിരുപാധികം ദുനിയാവിനെ ഒഴിവാക്കണം, വെറുക്കണം എന്നാണോ? അതോ ദുനിയാവിനോടുള്ള ഹുബ്ബ് അത് നിരുപാധികം ആക്ഷേപിക്കപ്പെട്ടതാണോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. എപ്പോഴാണ് ഈ ഹുബ്ബു ദുനിയ എന്ന് പറയുന്നത് ഒരു കുറവാകുന്നത്? എപ്പോഴാണ് അതിലൊരു ആക്ഷേപം വരുന്നത്? എപ്പോഴാണ് അത് അനുവദിക്കപ്പെടുന്നത്? അത് ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉലമാക്കൾ പറയുന്നത് അൽ മക്റൂഹ്, വെറുക്കപ്പെട്ടത്, ദുനിയാവിന്റെ കാര്യത്തിൽ വെറുക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഈസാറുഹാ ലിഖളാഇ ശഹവാത്തിൻ നഫ്സ്, സ്വന്തം നഫ്സിന്റെ ശഹവത്തുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ദുനിയാവ് സമ്പാദിക്കാൻ ശ്രമിക്കുക, അതിന്റെ പിന്നാലെ പോവുക. എനിക്ക് ആസ്വദിക്കണം, സുഖിക്കണം, അതിനുവേണ്ടി ഇനിയും സുഖിക്കണം എന്ന് വിചാരിച്ചിട്ട് ദുനിയാവിന്റെ പിന്നാലെ പോവുകയും അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് മോശമായിട്ടുള്ളത്. കാരണം എന്താണ്? അന്ന ദാലിക യശ്ഗലു അനില്ലാഹ്, അത് അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധയിലാക്കും, ഇബാദത്തിൽ നിന്ന് തെറ്റിക്കും. അമ്മ എന്നാൽ നേരെ മറിച്ച് ഹുബ്ബുഹാ ലിഫഇലിൽ ഖൈർ, ഖൈറിന് വേണ്ടി ഒരാൾ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാലോ, എനിക്ക് ദുനിയാവ് സമ്പാദിക്കണം, എന്നിട്ട് നല്ലൊരു വീടുണ്ടാക്കിയാൽ എനിക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാം, ഉറങ്ങി എഴുന്നേറ്റാൽ എനിക്ക് സ്വസ്ഥമായി ഇബാദത്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാലോ, എനിക്ക് സമ്പാദിക്കണം, എന്നിട്ട് ആ സമ്പാദ്യം കൊണ്ട്, പണം കൊണ്ട് ആരെയും ആശ്രയിക്കാതെ മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും, കടമില്ലാതെ, ബാധ്യതകളില്ലാതെ, ആരുടെ മുന്നിലും കൈനീട്ടാതെ. അങ്ങനെ ആയാൽ എനിക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും, മനസ്സാന്നിധ്യത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും, കുറച്ച് സമയം ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കും, എന്റെ മക്കളെ ദീൻ പഠിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ വിചാരിച്ചാലോ, സാധുക്കൾക്ക് സ്വതക്ക ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നല്ല ഒരു നിയത്തിന് വേണ്ടിയാണെങ്കിലോ അത് മോശമല്ല എന്ന് മാത്രമല്ല, അതൊരു ഇബാദത്താണ്. ഇങ്ങനെയുള്ള നിയത്തിൽ ഒരാൾ ദുനിയാവിന്റെ പിന്നാലെ പോയാൽ ആ പോക്ക് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ അദബുൽ മുഫ്രദ് എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ സഹീഹ് എന്ന് പറഞ്ഞിട്ടുള്ള, സഹീഹോ ഹസനോ എന്തായാലും തെളിവിന് പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ കാണാം,
നിഅ്മൽ മാലു സാലിഹു ലിർറജുലി സാലിഹ്, സാലിഹായ ഒരു മനുഷ്യന് ഹലാലായ പണം കിട്ടുക എന്ന് പറയുന്നത് എത്ര നല്ല കാര്യമാണ്. നല്ലൊരു മനുഷ്യന്റെ കയ്യിൽ പണം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എത്ര നല്ല കാര്യമാണ്. എന്തുകൊണ്ടാണ്? യസ്ലു ബിഹി റഹിമൻ ഔ യസ്നഉ ബിഹി മഅറൂഫ, അവന് ആ പണം കൊണ്ട് കുടുംബബന്ധം ചേർക്കും. അല്ലെ, കുടുംബബന്ധം ചേർക്കാൻ പണം വേണ്ടി വരും. ബന്ധുക്കളെ സന്ദർശിക്കാനും അവരെ സഹായിക്കാനും അവരെ സൽക്കരിക്കാനും ഒക്കെ കയ്യിൽ പണം വേണം. ഔ യസ്നഉ ബിഹി മഅറൂഫ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടി അവൻ ആ പണം ഉപയോഗിക്കും. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ പണം കിട്ടിയാൽ എത്ര നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരാൾ സമ്പാദിക്കുകയും ദുനിയാവിനെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അത് തെറ്റല്ല. ഇനി എങ്ങനെയാണ് നമുക്ക് സുഹുദ് ഉണ്ടാക്കാൻ സാധിക്കുക? ഈ നല്ല അർത്ഥത്തിലുള്ള സമ്പാദ്യവും അധ്വാനവും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ മനസ്സ് ദുനിയാവിനോട് ബന്ധപ്പെടുകയും ഈ സ്വന്തം ദേഹേച്ഛകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദുനിയാവിന്റെ പിറകെ പോവാതെ അങ്ങനെ യഥാർത്ഥ ഒരു ജാഹിദായി മാറാനുള്ള മാർഗം എന്താണ്? മുൻഗാമികളായ ഇമാമിങ്ങൾ ഇക്കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, തർക്കു ദുനിയ ഷദീദ്, ദുനിയാവ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ ഈ പ്രയാസം മുമ്പേ ഉണ്ട്, നമുക്ക് ഇപ്പോൾ ഉണ്ടായ പ്രയാസമല്ല. അദ്ദേഹം പറഞ്ഞു തർക്കു ദുനിയ ഷദീദ്, ദുനിയാവ് ഉപേക്ഷിക്കുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷേ വതർക്കുൽ ജന്നത്തി അശദ്, സ്വർഗം ഉപേക്ഷിക്കുക എന്നത് അതിനേക്കാളും പ്രയാസമാണ്. ദുനിയാവിൽ കുറെ സുഖങ്ങളുണ്ട്, ഈ സുഖങ്ങളൊക്കെ ഒഴിവാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അനുഭവിച്ചവന് പിന്നെ അത് ഒഴിവാക്കൽ പ്രയാസം തന്നെയാണ്. പക്ഷേ വതർക്കുൽ ജന്നത്തി അശദ്, സ്വർഗം അതിനും വലുതാണ്. സ്വർഗത്തിലുള്ള സുഖങ്ങൾ ഇതിനേക്കാൾ വലുതാണ്. അത് ഉപേക്ഷിക്കൽ അത് ഇതിനേക്കാൾ പ്രയാസമാണ്. വഇന്ന മഹറൽ ജന്നതി തർക്കദ് ദുനിയ, സ്വർഗത്തിന്റെ മഹർ, സ്വർഗത്തിന് ഒരു പെണ്ണിനോട് ഉപമിച്ചാൽ അതിന് കൊടുക്കേണ്ട മഹർ എന്ന് പറയുന്നത് ദുനിയാവ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ മോശമായ അർത്ഥത്തിലുള്ള ദുനിയാവിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ആലോചിച്ചാൽ ഉപേക്ഷിക്കാൻ സാധിക്കും. സ്വർഗത്തിന് വേണ്ടിയാണ് എന്ന് വിചാരിച്ചാൽ ദുനിയാവിനെ ഉപേക്ഷിക്കാൻ, സുഹുദ് കാണിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് മാർഗം. അതുകൊണ്ട് ചില മുൻഗാമികൾ പറഞ്ഞു കാണാൻ സാധിക്കും, യഥാർത്ഥ ജാഹിദ് എന്ന് പറയുന്നത് ഭാഷാപരമായ അർത്ഥത്തിൽ നോക്കിയാൽ, ദീനിയായിട്ടുള്ള ഈ ഒരു കാഴ്ചപ്പാട് മാറ്റിവെച്ചാൽ ജാഹിദ് എന്ന് പറയുന്നത് ശരിക്കും ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവരാണ്. അവരാണ് യഥാർത്ഥ വിരക്തന്മാർ. കാരണം എന്താണ്? അവർ വലിയ സുഖം, സ്വർഗം ഒഴിവാക്കിയിട്ടാണ് ഈ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നത്. അപ്പൊ ഇവരാണ് ശരിക്കും യഥാർത്ഥ വിരക്തന്മാരെന്ന് പറയുന്നത്. വിരക്തി എന്നുള്ളതിന്റെ ഭാഷാപരമായ അർത്ഥം എടുത്ത് നോക്കിയാൽ ഇവരാണ് വിരക്തന്മാർ. ഇത്രയും വലിയ സുഖമായ സ്വർഗം ഒഴിവാക്കിയിട്ട് അവർ ദുനിയാവിന്റെ പിന്നാലെ പോവുകയാണ് എന്ന് ചില മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില സലഫുകൾ പറഞ്ഞതായി കാണാം. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആശയം ഉദ്ധരിച്ചിട്ടുണ്ട്. ലൗ കാനത്ത് ദുനിയ ലുഅതൻ തഫ്ന, ദുനിയാവ് എന്ന് പറയുന്നത് ഒരു മുത്താണെന്ന് വിചാരിക്കുക, വിലപിടിപ്പുള്ള ഒരു മുത്ത്. തഫ്ന, പക്ഷെ അത് നശിച്ചു പോകും. വൽ ആഖിറത്തു ഖിർഖതൻ തബ്ഖ, ആഖിറത്ത് എന്ന് പറയുന്നത് ഒരു തുണിക്കഷ്ണം. തബ്ഖ, പക്ഷെ അത് നിലനിൽക്കുന്നതാണ്. അങ്ങനെയാണെന്ന് വിചാരിക്കുക. നമ്മുടെ മുമ്പിൽ രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് വളരെ വിലപിടിപ്പുള്ള ഒരു മുത്ത്, അത് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതെയാവും. ഇപ്പുറത്ത് ഒരു ചെറിയ തുണിക്കഷ്ണം, പക്ഷെ അത് അവിടെ തന്നെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ലകാന യൻബഗി ലിൽ ആഖിലി അൻ യുഅ്സിറ മാ യബ്ഖ അലാ മാ യഫ്ന, ഈ തുണിക്കഷ്ണം വാങ്ങലാണ് ബുദ്ധിയുള്ള ഒരാൾക്ക് യോജിച്ചത്. കാരണം ഇതവൻ വാങ്ങി കുറച്ച് രണ്ടടി നടക്കുമ്പോഴത്തേക്ക് ഇല്ലാതായി പോകും. ഈ തുണിക്കഷ്ണം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകും. അപ്പൊ ഇത് എടുക്കുക, ഇതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടത്. ഫകൈഫ വൽ അംറു ബിൽ അക്സ്, നേരെ തിരിച്ചാണെങ്കിലോ? എന്നെന്നും നിലനിൽക്കുന്ന ഒരു മുത്തും നശിച്ചു പോകുന്ന ഒരു തുണിയുമാണെങ്കിലോ, എന്നിട്ട് ഈ തുണിക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിലോ, എത്രമാത്രം വലിയ വിഡിത്തമാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ എന്ന സൂറത്തുൽ ആലിയയുടെ തഫ്സീറിൽ ഇതേ ആശയം വേറൊരു പദം ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദുനിയാവിന്റെ അവസ്ഥ ഇതാണ്, അത് നശിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് ദുനിയാവിൽ വിരക്തി കാണിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അടുത്തതായി അടുത്ത വാചകം എന്താണ്? ജനങ്ങളുടെ ഹുബ്ബ് കിട്ടാനുള്ള മാർഗം വസ്ഹദ് ഫീ മാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളോട് സുഹുദ് കാണിക്കുക. അല്ലെ, ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടു, അപ്പൊ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുകയും അവനോട് മത്സരിക്കുകയും ചിലപ്പോൾ അവനോട് അത് ചോദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത്, ആ സ്വഭാവം ഒഴിവാക്കിയാൽ യുഹിബ്ബക്കന്നാസ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും, അവരും നിന്നെ ഇഷ്ടപ്പെടും, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. എന്തുകൊണ്ടാണിത്? ഒരറിയപ്പെട്ട ഖാഇദയുണ്ട് മനുഷ്യവർഗത്തിനിടയിൽ എല്ലാവരും പാലിച്ചു പോരുന്ന ഒരു പൊതു നിയമമുണ്ട് എല്ലാ മേഖലകളിലും. എന്താണ്? അദുവുൽ മർഇ മൻ യഅമലു അമലഹു, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരായിരിക്കും? അവന്റെ അതേ ജോലി ചെയ്യുന്നവരായിരിക്കും. അദുവുൽ മർഇ മൻ യഅമലു അമലഹു, നമ്മുടെ അതേ ഫീൽഡിലുള്ള ആൾക്കാർ നമ്മുടെ ശത്രുവായിരിക്കും. നമ്മൾ എത്ര
അല്ല എന്ന് പറഞ്ഞാലും എത്ര അഭിനയിച്ചാലും നമുക്ക് അവരോടൊരു വെറുപ്പുണ്ടാകും, നമ്മളോട് മത്സരിക്കുന്ന ആളുകളോട്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വിഭാഗമാണ് ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അവർക്കിടയിൽ വലിയ മത്സരം ഉണ്ടാകും. അപ്പൊ അവനവന്റെ മേഖലയിലുള്ള ആളുകളോട് മത്സരം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായ മനുഷ്യന്റെ പ്രകൃതിയാണ്. അത് കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറഞ്ഞത്. ഒരാളോട് മത്സരിക്കാതിരുന്നാലോ അവൻ സ്നേഹിക്കും. അതുപോലെ തന്നെ ആളുകളോട് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ അളവിനനുസരിച്ച് അവർ നമ്മെ വെറുക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, എത്ര നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും ഒരാളോട് വളരെ ചെറിയൊരു കാര്യം നമ്മൾ ചോദിച്ചാൽ പോലും അതിനനുസരിച്ച് അവരുടെ മുന്നിൽ നമ്മുടെ സ്ഥാനം കുറയും. അദ്ദേഹം പറയാണ്, ഒരു ഗ്ലാസ് വെള്ളം ഒരാൾ ചോദിച്ചാൽ അത്രയും അളവ് അവന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം താഴേക്ക് പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അങ്ങനെ ചോദിക്കാതെ ജീവിക്കാനുള്ള ആഫിയത്ത് നൽകട്ടെ. അപ്പോൾ ഒരു ചെറിയ സഹായം പോലും ഒരാൾ ചോദിക്കാതിരുന്നാൽ അത്രയും നല്ലത്. പക്ഷെ അത് ഹറാമല്ല. ചെറിയ ഈ കാര്യങ്ങൾ ഇബ്നു തൈമിയ്യയുടെ വാക്ക് കേട്ടിട്ട് ഇനി ഒരു ഗ്ലാസ് വെള്ളം ആരോടും ചോദിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അദ്ദേഹം ആ വിഷയം എത്ര ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്പരം ചോദിക്കുന്നതിൽ യാതൊരു കുറ്റവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു, സഹാബത്തിനോട് wudu കൊടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വളരെ നിസ്സാരമായ കാര്യങ്ങൾ പരസ്പരം ചോദിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ചോദ്യം എന്നുള്ളത് ആളുകൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അവരുടെ കയ്യിലുള്ള വസ്തുക്കളോട് നമുക്ക് താല്പര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മെ ഇഷ്ടപ്പെടും. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദീൻ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. ദീന് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ, പഠിപ്പിക്കുന്ന ആളുകൾ, അവർ ഈ ഒരു സ്വഭാവം സ്വീകരിച്ചാൽ, സുഹൃദ് കാണിച്ചാൽ, ആളുകളുടെ കയ്യിലുള്ള വസ്തുക്കൾ ആഗ്രഹിക്കാതിരുന്നാൽ, ചോദിക്കാതിരുന്നാൽ, ആളുകൾ ഇവർ പറയുന്നത് കേൾക്കും, ഇവർ പറയുന്നത് അനുസരിക്കും. ചില പണ്ഡിതന്മാര്, ജീവിച്ചിരിക്കുന്ന ചില ഉലമാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദഅവത്ത് ചെയ്യുന്ന ആളുകൾ രണ്ട് സ്വഭാവം അവർക്ക് വേണം. ഒന്ന് ഹിൽമ്, അങ്ങേയറ്റത്തെ സഹനശീലം, ആളുകൾ ഉപദ്രവിക്കും, ആക്ഷേപിക്കും, അതൊക്കെ സഹിക്കാനുള്ള ഹിൽമ് വേണം. രണ്ടാമത്തേത് ജൂദ്, ഔദാര്യശീലം വേണം. ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് വാങ്ങരുത് എന്ന് മാത്രമല്ല അങ്ങോട്ട് കഴിയുന്ന പോലെ സഹായിക്കണം. കടം വാങ്ങിയിട്ടാണെങ്കിലും ആളുകളെ സഹായിക്കണം. അങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം? ഇവർ പറയുന്നത് ആളുകൾ കേൾക്കും. ഇതിനുള്ള മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 കണക്കിന് ആടുകളെ കൊടുത്തിട്ടുണ്ട് ഒരു സ്വഹാബിക്ക്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്. കാഫിറായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ആടുകൾ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ആളുകൾക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത് ഇതിന്റെ നേരെ വിപരീതമാണ്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പോൾ ദീൻ പഠിപ്പിക്കുന്നവരെന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫത്വ പറയുന്ന ആൾക്കാർ എന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ദീൻ പഠിപ്പിക്കുന്നവരാണ് നമ്മുടേതായ ഇടങ്ങളിൽ. ഇപ്പോൾ വീട്ടിൽ ദീൻ പഠിപ്പിക്കുന്ന ആളാണ് ഉപ്പ. അപ്പം ആ ഉപ്പ മക്കൾക്ക് കുറച്ച് വിശാലമായി ചെലവഴിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് എന്നിട്ടാണ് അവരോട് ഉപദേശിക്കുന്നതെങ്കിലോ അവർ സ്വീകരിക്കും. നമ്മുടെ സഹോദരന്മാർ, ചിലപ്പോൾ നമ്മുടെ അനിയന്മാർ, നമ്മൾ എല്ലാവരും പരാതി പറയുന്ന കാര്യമാണ്. ഏറ്റവും പ്രയാസം ദഅവത്ത് ചെയ്യാൻ, നമുക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും പ്രയാസം നമ്മുടെ വീട്ടിലാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. പക്ഷേ അതിന് ഒരു പരിഹാരം അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ കൊടുത്താലും അവർ ദഅവത്ത് സ്വീകരിക്കണം എന്നില്ല. കാരണം പരിചയമുള്ള ആൾക്കാരാകുമ്പോൾ നമ്മുടെ ന്യൂനതകളൊക്കെ അവർക്ക് അറിയുന്നുണ്ടാകും. ഒരു പഴഞ്ചൊല്ലുണ്ട് അറബിയിൽ, മൻ അറഫക സഗീറൻ ഹഖറക കബീറൻ. നീ ചെറുതായിരിക്കുമ്പോൾ നിന്നെ പരിചയമുള്ളവൻ അവൻ നീ എത്ര വലുതായാലും നിന്നെ നിസ്സാരമായിട്ട് കാണുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ന്യൂനതകൾ, നിലവിൽ തന്നെ ന്യൂനതകൾ ഉണ്ടാകും. ചെറുപ്പത്തിലൊക്കെ നമുക്ക് അതിലും വലിയ ന്യൂനതകൾ ഉണ്ടായിരിക്കും. അതൊക്കെ അറിയുന്നവർ നമ്മുടെ ഉപദേശം സ്വീകരിക്കാനുള്ള സാധ്യത കുറയും. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഇഹ്സാൻ എന്നുള്ളത് അവരെ കുറച്ചെങ്കിലും ആകർഷിക്കും. ഒരു ആലിമ പറഞ്ഞ ഒരു കവിതയുണ്ട്, അഹ്സൻ ഇലന്നാസി തസ്തഅബിദ് ഖുലൂബഹും റുബ്ബമ ഇസ്തഅബദൽ ഇൻസാന ഇഹ്സാൻ. ജനങ്ങൾക്ക് ഇഹ്സാൻ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു കൊടുക്കുക. തസ്തഅബിദ് ഖുലൂബഹും, അവരുടെ കൽബുകളെ അടിമയാക്കി മാറ്റാം. ഉപകാരം ചെയ്യുന്ന ആൾക്കാർ, അവരുടെ മുന്നിൽ മറ്റുള്ളവർ, ആ ഉപകാരം വാങ്ങിയവർ അടിമയെ പോലെ പെരുമാറും. അപ്പോൾ അവരെ ആശ്രിതരാക്കി മാറ്റുക എന്നുള്ളത് അത് ഈ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ്. അവരോട് ചോദിക്കുന്നതിന്റെ നേരെ വിപരീതം. ചോദിച്ചാൽ അവർ വെറുക്കും, കൊടുത്താൽ ഇഷ്ടപ്പെടും. അങ്ങനെ കൊടുക്കുക എന്നുള്ളത് അത് പ്രത്യേകിച്ച് ദീൻ പ്രചരിപ്പിക്കാൻ സഹായമാകുന്ന ഒരു കാര്യമാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആശയത്തിൽ, അഥവാ ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾ വെറുക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഒരു കവിത പറഞ്ഞതായി അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിൽ ദീവാൻ ഷാഫിഈ എന്ന് പറയുന്ന കിതാബിൽ കാണാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞു, വമൻ യദുഖി ദുനിയ, ദുനിയാവ് ആരാണോ ആസ്വദിക്കുന്നത് അവരോടൊക്കെ ഞാൻ പറയുകയാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുകയാണ്, ഫഇന്നി തഅംതുഹ, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, ദുനിയാവ് എന്താണെന്ന് എനിക്കറിയാം. വസീഖ ഇലൈന അദ്ബുഹ വഅദാബുഹ, ദുനിയാവിന്റെ നല്ലതും ദുനിയാവിന്റെ അദാബും, ദുനിയാവിന്റെ സുഖവും ദുനിയാവിന്റെ അദാബും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്.
ഫലം അറഹ ഇല്ല ഗുറൂറൻ വബാത്തിലൻ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു ഗുറൂർ, വഞ്ചന മാത്രമാണ്, ബാത്തിലൻ, നിരർത്ഥകമാണ്. കമാ ലാഹ ഫി ദഹ്രിൽ ഫലാത്തി സറാബുഹ. ഒരു മരുഭൂമിയിൽ മരീചിക കാണുന്നത് പോലെ, ദൂരം നിന്ന് കാണുമ്പോൾ നമുക്ക് വെള്ളം പോലെ തോന്നും. അതുപോലെയാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ഫമാ ഹിയ ഇല്ല ജീഫത്തുൻ മുസ്തഹീലത്തുൻ. ഈ ദുനിയാവ് നമുക്ക് നേടാൻ പ്രയാസമുള്ള ഒരു ശവമാണ്, ഒരു ചത്ത മൃഗത്തിന്റെ ശരീരം മാത്രമാണ്. പറഞ്ഞാൽ എന്താ? അതിന് യാതൊരു വിലയുമില്ല, എന്നാൽ അത് നേടാൻ കുറച്ച് പ്രയാസവുമാണ്. അലൈഹ കിലാബുൻ ഹമ്മുഹുൻ ഇജ്തിദാബുഹ. ഈ ശവശരീരത്തിന്റെ ചുറ്റും നായ്ക്കൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കടിച്ച് പറിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒരു ഉപമയാകുമ്പോൾ കുറച്ച് അതിശയോക്തിപരമായ വാക്കുകൾ ഉണ്ടാവും, പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആശയം വ്യക്തമാണ്. ഇതിന്റെ പേരിൽ ആളുകൾ പരസ്പരം കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈൻ തജ്തനിബ്ഹാ കുൻത സിൽമൻ ലി അഹ്ലിഹ. ഇങ്ങനെ ഒരു രംഗം ആലോചിച്ച് നോക്കുക. ഒരു ചത്ത് കിടക്കുന്ന മൃഗം, അതിന്റെ ചുറ്റും കുറെ നായ്ക്കളുണ്ട്. അതിന്റെ ഇടയിൽ പോയിട്ട് അവരോട് മത്സരിക്കാൻ എന്ത് സംഭവിക്കും? ഫൈൻ തജ്തനിബ്ഹാ, നീ അത് ഒഴിവാക്കി അവിടുന്ന് പോയാൽ കുൻത സിൽമൻ ലി അഹ്ലിഹ, ആ നായ്ക്കളോടൊക്കെ നിനക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. വഇൻ തജ്തദിബ്ഹാ നാസഅത്ക കിലാബുഹ, അതിന്റെ ഇടയിൽ പോയിട്ട് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അവർ നിന്നെ വെറുതെ വിടുകയില്ല. അപ്പൊ ഇതുപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ. ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാളോട് മത്സരിക്കാൻ നിന്നാൽ അവൻ നമ്മെ വെറുക്കും എന്നുള്ളത് ഉറപ്പാണ്. അവന്റെ കയ്യിലുള്ളത് നമ്മൾ ആഗ്രഹിച്ചാൽ അവൻ നമ്മെ വെറുക്കും. എന്നാൽ അതിനോട് നമ്മൾ വിരക്തിയാണ് കാണിക്കുന്നതെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യുഹിബ്ബകന്നാസ്, ജനങ്ങൾ നിന്നെ സ്നേഹിക്കും എന്നതായിരിക്കും ഫലം. ഇതാണ് ഈ ഹദീസിന്റെ ആശയം. ദുനിയാവിനോട് ഈ മക്രൂഹായ അർത്ഥത്തിൽ, മോശമായ അർത്ഥത്തിലുള്ള തഅല്ലുഖ്, ബന്ധം ഇല്ലാതെയാണ് ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത്. കാരണം നമ്മുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അത് ഈ ദുനിയാവിലല്ല. വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹ്വുൻ വലഇബ്. ഈ ദുനിയാവ് എന്ന് പറയുന്നത് കളിയും തമാശയും മാത്രമാണ്. വഇന്നൽ ആഖിറത വഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ആഖിറത്താണ്. ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം, ദുനിയാവ് എന്ന് പറയുന്നത് ഒരു ഉറക്കമാണ്, ഉണരുന്നത് മരണത്തിന് ശേഷമാണ്. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമാണ്. അവിടേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ, അതാണ് ദുനിയാവിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ ഹലാലായ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ചില ഹലാലായ കാര്യങ്ങൾ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാൻ നമ്മെ സഹായിക്കും. സമ്പാദിക്കുക എന്നുള്ളത് അത് നല്ല ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യസ്ലു ബിഹി റഹിമൻ വയസ്നഉ ബിഹി മഅറൂഫൻ, ഒരു നന്മ ചെയ്യാൻ ഉള്ള നിയത്തിലാണെങ്കിൽ അത് നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ദുനിയാവിന് സ്ഥാനം കൊടുത്താലോ അവന്റെ കാര്യം അബദ്ധത്തിലായിരിക്കും. ദുനിയാവ് നമ്മുടെ മനസ്സിലുണ്ടാകരുത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരാളുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, ഒരു വലിയ സംഖ്യ പറഞ്ഞു, 1,00,000 ദിർഹമോ അതിൽ കൂടുതലോ, ഒരു വലിയ സംഖ്യ പറഞ്ഞിട്ട് ഇത്രയും സമ്പത്ത് കയ്യിലുള്ള ഒരാൾക്ക് സാഹിദാവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞു, സാധിക്കും, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അതെന്താണ്? അത് കുറച്ച് കൂടിയാൽ അവൻ മതിമറന്ന് സന്തോഷിക്കാനും പാടില്ല, അത് അല്പം കുറഞ്ഞു പോയാൽ അവൻ വിഷമിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ സമ്പത്ത് അവന്റെ കയ്യിൽ ഉണ്ടാവുക എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ നിലപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്ത് മുന്നിൽ കണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ച് ആഖിറത്ത്, പരലോകം നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.